അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വ ആലി കുല്ലി വസ്വഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദ്. മൻഖൂസ് മൗലിദിൻ്റെ മൂന്നാമത്തെ ഭാഗമായിട്ട് നമ്മൾ സംസാരിക്കുന്നത് അലാ ഹുവല്ലദീ തവസ്സല ബിഹി ആദം അലൈഹിസ്സലാം വഫ്തഖറ ബികൗനിഹി വാലിദൻ വസ്തഗാസ ബിഹി നൂഹൻ അലൈഹിസ്സലാം ഫനജാ മിനർ റദാ. അല അറിയണം, ഹുവല്ലദീ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തവസ്സല ബിഹി അവിടത്തെ കൊണ്ട് തവസ്സുലാക്കി പ്രാർത്ഥിച്ചു. ആദം അലൈഹിസ്സലാം ബഹുമാനപ്പെട്ട ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് തവസ്സുലാക്കി പ്രാർത്ഥിച്ചു. വഫ്തഖറ ബികൗനിഹി വാലിദൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാവായതുകൊണ്ട് ആദം നബി അലൈഹിസ്സലാം അഭിമാനം കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. വസ്തഗാസ ബിഹി നൂഹൻ അലൈഹിസ്സലാം ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സഹായാഭ്യർത്ഥന നടത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം. ഫനജാ മിനർ റദാ അങ്ങനെ മഹാനവറുകൾ വലിയ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമും നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമൊക്കെ സഹായം ചോദിച്ച ഒരു സംഭവമാണ് ഇവിടെ പറയുന്നത്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു തആല വിലക്കിയ ഒരു മരത്തിൻ്റെ അരികിലേക്ക് പോവുകയും പഴം ഭക്ഷിക്കുകയും ചെയ്തപ്പോൾ സ്വർഗത്തിൽ നിന്ന് താൽക്കാലികമായി ഭൂമിയിലേക്ക് നീക്കം ചെയ്യപ്പെട്ടു. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം അതിൻ്റെ പേരിൽ ഒരുപാട് കാലം കരഞ്ഞുകൊണ്ടിരുന്നു. അവസാനം അന്ത്യപ്രവാചകരെ കൊണ്ട് തവസ്സുൽ ചെയ്ത് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം ദുആ ചെയ്യുകയാണ്. വലിയൊരു ഹദീസാണ്. ഹദീസിൻ്റെ അറബി ഞാൻ വായിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം, അല്ലാഹുവേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബർക്കത്ത് കൊണ്ട് എനിക്ക് നീ പുറത്തു തരണം. അല്ലാഹു തആല ചോദിച്ചു, ഞാൻ മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകനെ ഭൗതിക ലോകത്തേക്ക് സൃഷ്ടിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ മുഹമ്മദ് നബിയെ അറിയുക? അപ്പോഴാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്, അല്ലാഹുവേ, നീ എന്നെ സൃഷ്ടിച്ച് എന്നിൽ ആത്മാവിനെ നിക്ഷേപിച്ചപ്പോൾ ഞാൻ തല ഉയർത്തി നോക്കി. അപ്പോൾ അർശിൻ്റെ തൂണുകളിൽ എഴുതപ്പെട്ടിരിക്കുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന്. ഇത് എഴുതപ്പെട്ടതായി ഞാൻ കണ്ടു. നിന്റെ പേരിനോടുകൂടെ നീ ചേർത്തി എഴുതുന്ന ഒരാൾ നിന്നിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരും നിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ളവരുമായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ നിനക്ക് ഇഷ്ടപ്പെട്ട ആ സൃഷ്ടിയെ തവസ്സുൽ ചെയ്ത് ദുആ ചെയ്തതാണ്. ഉടനെ അല്ലാഹു തആല പറഞ്ഞു, ഓ ആദം നബിയെ, നിങ്ങൾ പറഞ്ഞത് സത്യമായിരിക്കുന്നു. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്നിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൃഷ്ടി. മുഹമ്മദിൻ്റെ ഹക്ക് കൊണ്ട് നീ ചോദിച്ചതിനാൽ ഞാൻ നിനക്ക് പുറത്തു തന്നിരിക്കുന്നു. മുഹമ്മദ് ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ തന്നെ പടക്കുകയില്ലായിരുന്നു എന്ന്. ഈ സംഭവം ഇമാം ഹാക്കിമും ബൈഹക്കിയും റിപ്പോർട്ട് ചെയ്തൊരു ഹദീസാണ്. ആ ഹദീസിൻ്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. അഥവാ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ശേഷമുള്ള അമ്പിയാക്കളെയും സ്വാലിഹീങ്ങളെയും ഈ ആകാശഭൂമിയെയും സർവ സൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിക്കാൻ കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഹബീബായ തങ്ങളെ നാം ശരിക്ക് മനസ്സിലാക്കണം. അവിടുത്തെ മനസ്സിലാക്കിയാൽ നമ്മൾ ആകെ അത്ഭുതപ്പെട്ടു പോകും. പടച്ച റബ്ബിന് അവിടുത്തോടുള്ള ബന്ധം അത്രമേൽ വലുതാണ്. ഇസ്രാ മിഅ്റാജിൻ്റെ വേളയിൽ ഒന്നാനാകാശത്ത് വെച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടു. അഭിമാനത്തോടെ ആദം നബി തങ്ങളോട് പറഞ്ഞത്, മർഹബൻ ബിൻ നബിയ്യി സ്വാലിഹ് വൽ ഇബ്നി സ്വാലിഹ്, നല്ല പ്രവാചകന് സ്വാഗതം, എൻ്റെ നല്ല മകന് സ്വാഗതം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം നബിത്തങ്ങളെ കൊണ്ട് അഭിമാനം കൊള്ളുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അന അബുൽ അർവാഹി വ ആദമു അബുൽ അജ്സാദ്, ഞാൻ ആത്മാക്കളുടെ പിതാവും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൗതിക ശരീരങ്ങളുടെ പിതാവുമാണ്. ഒരു കവി പാടിയിട്ടുണ്ട്, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അബുൽ ബഷറാണെന്ന് ഞാൻ സമ്മതിക്കാം, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജദ്ദുൽ ബഷറാണെന്ന് നിങ്ങൾ സമ്മതിക്കണം. അഥവാ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യ പിതാവാണെങ്കിൽ
മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യരുടെ ഉപ്പാപ്പയാണ് എന്ന് സമ്മതിക്കണം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സഹായം തേടിയപ്പോൾ അള്ളാഹു രക്ഷ നൽകി. 50-ാമത്തെ വയസ്സിലാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പ്രവാചകനായി അള്ളാഹു നിയോഗിച്ചത്. നീണ്ട 950 വർഷക്കാലം തൻ്റെ ജനതയെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. പക്ഷേ അവർ ഇസ്ലാമിലേക്ക് വന്നില്ല. നൂഹ് നബിയുടെ ക്ഷണം സ്വീകരിച്ചില്ല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഉദ്ധരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ ഇത് പറയുന്നുണ്ട്. വലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൂറത്തു നൂഹിൽ ഈ സംഭവം വിശദീകരിക്കുന്നതായി കാണാം. റബ്ബേ, രാപ്പകൽ വ്യത്യാസമില്ലാതെ എൻ്റെ ജനതയെ ഞാൻ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. എൻ്റെ ക്ഷണം അവരെ കൂടുതൽ അകറ്റുകയാണ് ചെയ്തത്. അള്ളാഹുവേ, എന്നോട് നിന്റെ അടിമകൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് നീ കാണുന്നുണ്ടല്ലോ. നിന്റെ അടിമകളെ കൊണ്ട് നിനക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ അവരെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരണം. അതല്ല, നിനക്ക് അങ്ങനെ ഉദ്ദേശമില്ലെങ്കിൽ എനിക്ക് നീ ക്ഷമ നൽകണം. നീ വിധികർത്താക്കളിൽ ഏറ്റവും വലിയ വിധികർത്താവാണല്ലോ എന്ന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ വിശ്വസിച്ച ആ കുറഞ്ഞ ആളുകളല്ലാതെ വേറൊരാളും നിന്റെ ജനതയിൽ നിന്ന് വിശ്വസിക്കുകയില്ല. അതുകൊണ്ട് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കണ്ട് നീ ദുഃഖിക്കേണ്ടതില്ല എന്ന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു പറയുകയാണ്. തൻ്റെ ജനത വിശ്വസിക്കുകയില്ല എന്നറിഞ്ഞപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്കെതിരെ ദുആ ചെയ്യുകയും അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിക്കുകയും ചെയ്തു. അള്ളാഹു ഒരു കപ്പൽ നിർമ്മിക്കാൻ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കൽപ്പിക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ആ കപ്പൽ നിർമ്മിക്കേണ്ട രൂപം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അവസാനം കപ്പൽ നിർമ്മിച്ച് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും വിശ്വാസികളും പിന്നെ ഓരോ ജീവിവർഗങ്ങളിൽ നിന്ന് ഓരോന്നിനെയും കൂട്ടി, അഥവാ ഒരു ആണിനെയും ഒരു പെണ്ണിനെയും കപ്പൽ കയറ്റാൻ വേണ്ടി നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് നിർദ്ദേശിക്കുകയാണ്. വിശ്വാസികളുടെ എണ്ണം 8 എന്നും 48 എന്നും അതുപോലെ 80 എന്നൊക്കെ അഭിപ്രായമുണ്ട്. അല്ലാഹു തആല ശക്തമായ മഴ അവിടെ വർഷിപ്പിക്കുകയാണ്. അവരെല്ലാവരും കപ്പൽ കയറി. ശക്തമായ മഴയിൽ ഈ കപ്പൽ ഇങ്ങനെ പൊങ്ങാൻ തുടങ്ങി. പർവ്വതങ്ങളുടെ മുകളിൽ വരെ വെള്ളം കയറി. വെള്ളപ്പൊക്കം കൊണ്ട് അവിശ്വാസികൾ ചത്തൊടങ്ങി. 6 മാസക്കാലമാണ് ആ കപ്പൽ കര കാണാതെ കടലിലൂടെ കറങ്ങിയത്. അവസാനം ജൂതി പർവ്വതത്തിലാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും ജനതയും ഇറങ്ങിയത്. ശത്രുക്കളെ കൊണ്ട് സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൻ തൻസുറനി അലൈഹി ബിനൂരി ഹബീബിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലദീ ഫീ സുൽബി. റബ്ബേ, എൻ്റെ മുതുകിൽ നിലകൊള്ളുന്നതായ നിന്റെ ഹബീബായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറിൻ്റെ ബർക്കത്ത് കൊണ്ട് അവർക്കെതിരെ നീ എന്നെ സഹായിക്കണമേ. വലിയ മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെട്ടത് ഹബീബായ തങ്ങളെ കൊണ്ട് സഹായം ചോദിച്ചപ്പോഴാണ് എന്നൊക്കെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ തങ്ങളുടെ നൂറിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മെ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തി നമ്മെ അല്ലാഹു കാക്കുമാർ.